നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ISROയുടെ പ്രധാനപ്പെട്ട മിഷനുകൾ. നമുക്കറിയാം, ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് അഫയേഴ്സിന് അത്രമാത്രം വെയിറ്റേജ് കൊടുത്താണ് ഓരോ ഷിഫ്റ്റും മുന്നോട്ട് പോകുന്നത്. സോ ISRO നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇതേ ഒരു പാറ്റേൺ തന്നെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം. ഇനി വരാൻ പോകുന്ന RRB, NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനും ഇതേ ഒരു പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. സോ ISRO എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക് തന്നെ. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISROയുടെ പ്രധാനപ്പെട്ട മിഷനുകളെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷനായിട്ടുള്ള ചാന്ദ്രയാൻ 1നെ കുറിച്ചാണ്. നമുക്കറിയാം, ചാന്ദ്രയാൻ 1, ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കി പറയുന്നു. നമ്മൾ ഒരു മിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ലോഞ്ചിങ് ഇയർ, അതിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ഇൻ ഡെപ്തിലേക്ക് നമ്മൾ പോകല്ലേ. അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോയാൽ നമ്മൾ കൂടുതൽ എന്തായി പോകും, നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ നമ്മൾ ചാന്ദ്രയാൻ 1ലേക്ക് വരുമ്പോൾ ചാന്ദ്രയാൻ 1ന്റെ ലോഞ്ചിങ് ഇയർ എന്ന് പറയുന്നത് 2008 ആണ്. മക്കളെ, മറന്നു പോകല്ലേ. 2008ലാണ് നമ്മൾ ചാന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മിഷൻ മൂണാണ്. മൂണിലേക്കുള്ള ആദ്യത്തെ മിഷനാണ് ചാന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ചാന്ദ്രയാൻ 1ന്റെ സമയത്ത് ISRO ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, ജി മാധവൻ നായരാണ്. മക്കളെ, മറന്നു പോകല്ലേ, ജി മാധവൻ നായരാണ്. ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മിഷൻ തന്നെയാണ് ചാന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. മറ്റ് ചാന്ദ്രയാൻ 2ഉം 3യുമായി കമ്പയർ ചെയ്യുമ്പോൾ ചാന്ദ്രയാൻ 1ന്റെ വെഹിക്കിൾ അല്ലെങ്കിൽ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത് PSLV ആണ്. PSLV എന്താന്ന് ചോദിച്ചാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. മക്കളെ, മറന്നു പോകല്ലേ. സോ പ്രധാനമായിട്ടും ഈ ഒരു മിഷനിലൂടെ അതിന്റെ എയിം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താന്ന് ചോദിച്ചാൽ ലൂണാറിൽ അല്ലെങ്കിൽ മൂണിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ട്, വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള മിനറൽസ്, മെറ്റൽസ് തുടങ്ങിയവ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. നമുക്ക് മൂണിന്റെ സർഫസിൽ കാണാൻ സാധിച്ചു. അലുമിനിയം, അതേപോലെ തന്നെ എന്താണ് ടൈറ്റാനിയം, കാൽഷ്യം, അയൺ തുടങ്ങിയ മിനറൽസ്, മെറ്റൽസ് തുടങ്ങിയ കാര്യങ്ങൾ എവിടെ കാണാൻ സാധിച്ചു? മൂണിന്റെ സർഫസിൽ കാണാൻ സാധിച്ചു. ഈ മൂണിന്റെ സർഫസിലൂടെ അല്ലെങ്കിൽ മൂണിലൂടെ എന്ത് ചെയ്യുവാണത്, അത് സർക്കിൾ ചെയ്ത് മൂണിന്റെ സർഫസിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ അവിടുന്ന് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരുന്നു എന്ത്, ചാന്ദ്രയാൻ 1ന്റെ എന്ന് പറയുന്നത്. ചാന്ദ്രയാൻ 1 ശേഷം അടുത്ത് വരുന്ന മിഷൻ ആണ് എന്ത്, ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ചാന്ദ്രയാൻ 2ന്റെ ലോഞ്ചിങ് ഇയർ ഏതാന്ന് ചോദിച്ചാൽ അത് 2019 ആണ്. മക്കളെ, മറന്നു പോകല്ലേ. ചാന്ദ്രയാൻ 2ന്റെ ലോഞ്ചിങ് ഇയർ എന്നാന്ന് ചോദിച്ചാൽ 2019 ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ISRO ചെയർമാൻ ആണെന്ന് ചോദിച്ചാൽ അത് K ശിവനാണ്. ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത് ഒരു സക്സസ് ബേസ്ഡ് ഡിസൈൻ മോഡലാണ്. സക്സസ് ആണെന്നല്ല കേട്ടോ, മിഷൻ സക്സസ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് സക്സസ് ബേസ്ഡ് ഡിസൈൻ ആണ്. സക്സസ് ബേസ്ഡ് ഡിസൈൻ മോഡലാണ് ചാന്ദ്രയാൻ 2ന്റെ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാന്ദ്രയാൻ 1 എന്ന് പറയുന്ന PSLV ലോഞ്ചിങ് വെഹിക്കിൾ ആണെങ്കിൽ അത് ചാന്ദ്രയാൻ 2ലേക്ക് എത്തിയപ്പോൾ എന്തായി, അത് GSLV ആയി മാറി. ജിയോ സിൻക്രണസ് ലോഞ്ചിങ് വെഹിക്കിൾ ആയിട്ട് മാറി. GSLV മാർക്ക് 3, മറന്നു പോകല്ലേ. GSLV മാർക്ക് 3 ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മിഷൻ ആണ് ടു ദ മൂൺ. എന്ത്, ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ചാന്ദ്രയാൻ 2ലേക്ക് വരുമ്പോൾ രണ്ട് കാര്യം കൂടെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. അവിടെ ഒരു ലാൻഡർ ഉണ്ട്, അതേപോലെ തന്നെ റോവർ ഉണ്ട്. ലാൻഡറിന്റെ പേര് ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മൾ വിക്രം സിനിമ ഓർത്താൽ മതി. ഏതാണ്, വിക്രമാണ് ലാൻഡറിന്റെ പേര്. റോവറിന്റെ പേരെന്ന് പറഞ്ഞാൽ പ്രഗ്യാനാണ്. മറന്നു പോകല്ലേ, പ്രഗ്യാനാണ് ലാൻഡറിന്റെ പേര്, വിക്രമാണ്. അതേപോലെ തന്നെ ലോവറിന്റെ പേരെന്താണ്, അത് പ്രഗ്യാനാണ്. മറന്നു പോകല്ലേ. മൂണിന്റെ സൗത്ത് പോളിലേക്കാണ് ഈ പറയുന്നതിന്റെ ഡെസ്റ്റിനി അല്ലെങ്കിൽ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്ന സൗത്ത് മൂൺ റീജിയൻ ആയിരുന്നു. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു മിഷൻ വന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന ലാൻഡർ ക്രാഷ് ആയി പോവുകയാണ്. സോ അറ്റ് ദ സെയിം ടൈം ചാന്ദ്രയാൻ 2 എന്തല്ല, അറ്റ് ദ സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അവയുടെ സക്സസ് ബേസ്ഡ് മോഡൽ എന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ചാന്ദ്രയാൻ 1 ശേഷം നമ്മൾ ഇവിടെ ചാന്ദ്രയാൻ 1നെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ GSLV മാർക്ക് 3 ആണ്. 2013 അത് ലോഞ്ച് ചെയ്ത വർഷം. ആ ഒരു ടൈമിൽ ISRO ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് K ശിവനാണ്. സോ ലാൻഡറിന്റെ പേര് വിക്രമാണ്, റോവറിന്റെ പേര് പ്രഗ്യാനാണ്. ഓർബിറ്റർ ഉണ്ട്. ഓർബിറ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2379 കിലോഗ്രാം ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത് അതൊരു സക്സസ് ബേസ്ഡ് മോഡൽ ആണ്. എന്നാൽ ചാന്ദ്രയാൻ 3ലേക്ക് വരുമ്പോൾ ഇതൊരു സക്സസ് ബേസ്ഡ് മോഡൽ ആണെങ്കിൽ ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, അതൊരു ഫെയിലിയർ ബേസ്ഡ് മോഡൽ ആണ്. മക്കളെ, എന്താണ്, ഫെയിലിയർ ബേസ്ഡ് ഡിസൈൻ മോഡലാണ് എന്ത്, നമ്മുടെ ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ചാന്ദ്രയാൻ 3യുടെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത് ചാന്ദ്രയാൻ 2ന്റെ തന്നെയാണ്. GSLV മാർക്ക് 3 ആണ്.
GSLV Mark 3 ആണ് നമ്മുടെ ആദ്യത്തെ ചന്ദ്രയാൻ 1 ഒഴിച്ച് ബാക്കിയെല്ലാം രണ്ടും എന്ത് തന്നെയാണ് GSLV Mark 3 ആണ്. മറന്നുപോലെ ചന്ദ്രയാൻ 3യുടെ ഇയർ ഏതാന്ന് ചോദിച്ചാൽ അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്താണ് 2023 ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. ലോഞ്ചിങ് ഇയർ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇവിടെയും ഉണ്ട് ലാൻഡറും റോവറും. ലാൻഡറിന്റെ പേര് വിക്രം, അതേപോലെ റോവറിന്റെ പേര് എന്താണ് പ്രഗ്യാൻ ആണ്. സോ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ എന്താണ് ഒരു മിഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു മിഷൻ എന്ന് പറയുമ്പോൾ ലൂണാർ ഈ ഡേ ആണ്. ഒരു ലൂണാർ ഡേ എന്ന് പറഞ്ഞാൽ 14 എർത്ത് ഡേ ആണ് ഒരു ലൂണാർ ഡേ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എങ്ങോട്ടാണ് സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. മൂണിന്റെ സൗത്ത് പോളിലേക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ആണ് ആദ്യത്തെ രാജ്യം എന്താണ് ഫസ്റ്റ് കൺട്രി, ആദ്യത്തെ കൺട്രിയാണ് എവിടെ ലോഞ്ച് ചെയ്തത് ഒരു സോഫ്റ്റ് ലാൻഡിംഗ് എവിടെയാണ് മൂണിന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറന്നുപോലെ അതേസമയം തന്നെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 4th കൺട്രിയാണ് ഈ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്ത ആ 4ാമത്തെ കൺട്രിയാണ് എന്താണ് മൂൺ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള 4ാമത്തെ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. US ചൈന റഷ്യക്ക് ശേഷം 4ാമത്തെ കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. മറന്നുപോലെ അതേസമയം തന്നെ 2 പേരുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രംഭ എന്ന് പറയുന്ന ഒരു പേരുണ്ട്, അതേപോലെ തന്നെ ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്ന്. ഈ രണ്ടും എന്ന് പറയുന്നത് നമ്മുടെ 2 പേലോഡുകളാണ്. ഏതിന്റെ പേലോഡാന്ന് ചോദിച്ചാൽ വിക്രത്തിന്റെ പേലോഡുകളാണ്. ആ പേര് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. വിക്രം ലാൻഡറിന്റെ പേലോഡുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവസാനം 2 കൊടുത്തിട്ടുള്ള വേറെ ഒന്നുമല്ല നമ്മുടെ പ്രഗ്യാൻ റോവറിന്റെ പേലോഡുകളാണ് ഇവിടെ കൊടുത്തത്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി, അതിന്റെ ഡെപ്തിലേക്കൊന്നും പോകണ്ട. അതേപോലെ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഈ 2 കാര്യങ്ങൾ മറന്നു പോകല്ലേ. സോ ഇത് രണ്ടും എന്ത് തന്നെയാണ് നമ്മുടെ പേലോഡുകളാണ്. സോ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗഗനിയാൻ മിഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ഇന്ത്യയെ സംബന്ധിച്ചോളം അത്രമാത്രം ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഗഗനിയാൻ മിഷൻ എന്ന് പറഞ്ഞാൽ. അത് വരാൻ പോകുന്ന ഒരു മിഷൻ തന്നെയാണ്. 2027 അത് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആണ്. ISROയുടെ ആദ്യത്തെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ആണ് ഗഗനിയാൻ മിഷൻ എന്ന് പറയുന്നത്. ഇൻഡിജീനിയസ്ലി നമ്മൾ ഒരു ഹ്യൂമനെ ഇവിടെ കൊണ്ടുപോകാൻ സ്പേസിലേക്ക് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി കാണിക്കുന്ന മിഷൻ ആണ് നമ്മുടെ ഗഗനിയാൻ മിഷൻ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഒരു മലയാളി അതിന്റെ ഭാഗമാണ്. പ്രശാന്ത് കൃഷ്ണ എന്ന് പറയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഇതിന്റെ ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മിഷൻ തന്നെയാണ് നമ്മുടെ ഗഗനിയാൻ മിഷൻ എന്ന് പറയുന്നത്. ഗഗനിയാൻ മിഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അത് GSLV Mark 3 തന്നെയാണ്. മക്കളെ മറന്നു പോകല്ലേ, GSLV Mark 3 തന്നെയാണ്. ഇവിടെ 2 പേലോഡുകളുണ്ട്, ഒന്ന് ക്രൂ മൊഡ്യൂളും അതേപോലെ തന്നെ സർവീസ് മൊഡ്യൂളും. മറന്നു പോകല്ലേ, ആ പേലോഡുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മളത് 4ാമത്തെ കൺട്രിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വരുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഈ തവണയും മുന്നിൽ വന്നിട്ടുള്ളത്. US ചൈന റഷ്യ, ഈ 4 രാജ്യങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന 4ാമത്തെ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്ന. ഈ ഒരു സ്പേസ് മിഷനിൽ ഇന്ത്യയെ സഹായിക്കുന്ന 2 രാജ്യങ്ങളാണ് ഏതൊക്കെ? ഒന്ന് റഷ്യ, മറ്റൊന്ന് ഫ്രാൻസ്. മറന്നു പോകല്ലേ, ഒന്ന് റഷ്യ, മറ്റൊന്ന് ഫ്രാൻസ്. മറന്നു പോകല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പേരുകൾ നിങ്ങൾ ഓർത്തു വെച്ചോണം. അതിൽ നമ്മുടെ പാലക്കാട് സ്വദേശി, നെന്മാര സ്വദേശിയായിട്ടുള്ള ആരാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണ നായർ. അതേപോലെ തന്നെ അജിത് കൃഷ്ണ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള അങ്കദ് പ്രതാപ്. ദെൻ വിൻ കമാൻഡർ ശുഭാംശു ശുക്ല 2025 നമുക്കറിയാം ഏറ്റവും കൂടുതൽ പത്രത്തിൽ വന്ന ഒരാളാണ്. അതിന്റെ ട്രെയിനിങ്ങുമായിട്ട് അദ്ദേഹം US പോയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ സ്പേസ് മിഷനുകളൊക്കെ ഒന്ന് നമ്മൾ നോക്കി തന്നെ പോകേണ്ടതാണ്. ശുഭാംശു ശുക്ല ഓർത്തു വെച്ചോണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സുനിത വില്യംസിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. സോ ഈ കാര്യങ്ങൾ നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ മിഷന്റെ ഭാഗമായിട്ട് വയോമിത്ര എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ലുക്കിംഗ് ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്. ISRO തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു റോബോട്ടാണ്, ഹ്യൂമനോയിഡ് റോബോട്ടാണ് എന്ത് വയോമിത്ര എന്ന് പറയുന്നത്. സോ മറന്നു പോകല്ലേ, 2 അൺമാൻഡ് ആയിട്ടുള്ള മിഷനാണ് G1 G2 അതേപോലെ G3 എന്ന് പറയുന്നത് 1 മാൻഡ് മിഷൻ ആണ്. അത്രയും നിങ്ങൾ നോക്കിയില്ലെങ്കിലും വയോമിത്രയെ കുറിച്ച് ഓർത്തോണം. വയോമിത്ര എന്ന് പറയുന്ന ഏതോ സ്പേസ് മിഷൻ ബന്ധപ്പെട്ടാണ്, അത് ഗഗനിയാൻ മിഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വയോമിത്ര എന്ന് പറയുന്നത്. മറന്നു പോകല്ലേ, ആ പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് EOS 06 സാറ്റലൈറ്റ് എന്ന് പറയുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. മക്കളെ മറന്നു പോകല്ലേ, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഓഷ്യൻ സാറ്റിന്റെ 3rd ജനറേഷൻ ആണ് EOS 06 സാറ്റലൈറ്റ് എന്ന് പറയുന്ന. ലോഞ്ചിങ് ഇയർ നിങ്ങൾ മറന്നു പോകല്ലേ, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇയർ തന്നെയാണ്. കാരണം ഇയർ അതേ സമയം തന്നെ ഇതേപോലെ തന്നെ എന്താണ് അതിന്റെ ഡേയും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ
മനസ്സിലാക്കാം. കാരണം നവംബർ 26 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നവംബർ 26 2022 ആണ് EOS 06 സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. റീസെന്റ് വന്ന ഒരു സാറ്റലൈറ്റ് മിഷൻ ആണ്, അതുകൊണ്ടാണ് EOS 06 എന്ന് പറയുന്നത്. സോ ഇതേ സമയം തന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് എന്ത് EOS 06 സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓഷ്യൻ സാറ്റിന്റെ 3rd ജനറേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ സർഫസ് ടെമ്പറേച്ചർ നോക്കുക, അതേപോലെ തന്നെ അതിന്റെ എന്താ പറയുക അതിന്റെ ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടോ, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് നടത്തുന്നത്. വളരെ ടെക്നിക്കൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ആണ്, എന്നിലേക്കുള്ള ഒബ്സർവേഷൻ ആണ് ഈ പറയുന്ന ഓഷ്യൻ കളർ. അതേപോലെ തന്നെ ഓഷ്യൻ കളർ വരുന്നതുകൊണ്ടാണ് പേലോഡ് എന്തായി മാറിയത്, ഓഷ്യൻ കളർ മോണിറ്റർ ആയിട്ട് മാറിയത്. ദെൻ ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ടു ദ എന്താണ് സീ സർഫസ് ടെമ്പറേച്ചർ, സീ സർഫസ് ടെമ്പറേച്ചറിലേക്കുള്ള ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ. സോ സീ സർഫസ് ടെമ്പറേച്ചർ മോണിറ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ പേലോഡ് വരുന്നു. ദെൻ വിന്റർ വെക്ടർ ഡേറ്റ നമ്മൾ നോക്കുന്നു, ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ആണ്. സോ കുബാൻഡ് സ്കാറ്ററോമീറ്റർ വരുന്നു, അർഗോസ് വരുന്നു. സോ ഇത്രയുമാണ് നാല് പേലോഡുകളാണ് EOS 06 സാറ്റലൈറ്റ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഓഷ്യനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട് ISROയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് മിഷൻ തന്നെയാണ് EOS 06 എന്ന് പറയുന്നത്. ദെൻ അടുത്തതിലേക്ക് വരുമ്പോൾ ഇൻസാറ്റ് 3DS, മറന്നുപോലെ ഇൻസാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം എന്താണ്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടാണ്, ക്ലൈമറ്റ് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ഇൻസാറ്റ് 3DS മുൻപ് 2 ഇൻസാറ്റുകൾ ഉണ്ട്, ഒന്ന് ഇൻസാറ്റ് 3D അതേപോലെ ഇൻസാറ്റ് 3DR, മറന്നുപോലെ ഇൻസാറ്റ് 3D ഇൻസാറ്റ് 3DR. അതിനുശേഷം വരുന്ന ആ ഒരു സീരീസിൽ വരുന്ന ആളാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. അത് എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ക്ലൈമറ്റ് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ആണ്. സോ ക്ലൈമറ്റ് സർവീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, റിസൈലന്റ് പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻസാറ്റ് 3DS ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. GSLV ആണ് ഇതിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത്. GSLV F-16 ആണ് ഇതിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത്. മക്കളെ മറന്നുപോയല്ലേ, GSLV F-16 ആണ് ഇതിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻസാറ്റിനെ കുറിച്ചാണ്. ഇൻസാറ്റ് 3DS ഓർത്തോണം. ഇൻസാറ്റ് 3DS എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലൈമറ്റ് മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ആണ്. സോ ഈ പറയുന്ന 3DS അല്ലെങ്കിൽ ആ ഇൻസാറ്റിന്റെ ഗണത്തിൽ വരുന്ന മറ്റൊരു സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS എന്ന്. ഇതിനു മുൻപ് വരുന്ന 2 സാറ്റലൈറ്റുകളുണ്ട്, ഒന്ന് ഇൻസാറ്റ് 3D അതേപോലെ ഇൻസാറ്റ് 3DR, മറന്നു പോകല്ലേ, ഇൻസാറ്റ് 3D അതേപോലെ ഇൻസാറ്റ് 3DR. അതിനുശേഷം വരുന്ന ഒരു മിഷൻ ആണ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DR എന്ന് പറയുന്നത്. സോ ഇൻസാറ്റ് 3DS ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്ത വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് GSLV ആണ്. GSLVയുടെ F-14 അത് ലോഞ്ച് ചെയ്തത്. ജിയോ സിൻക്രണസ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. മക്കളെ മറന്നുപോലെ GSLV ആണ് ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്, ക്ലൈമറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം എന്താകുക, കൂടുതൽ എഫിഷ്യന്റ് ആകുക, അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് സാറ്റലൈറ്റ് എന്താകുക, എഫിഷ്യന്റ് ആകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻസാറ്റ് 3DS നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തുണ്ട്, മൾട്ടി സ്പെക്ടക്കുലർ ഇമേജർ ഉണ്ട്, അതേപോലെ 19 ചാനൽ സൗണ്ടർ ഉണ്ട്, ഒരു ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ ഉണ്ട്, റിസർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ ഉണ്ട് തുടങ്ങി ഇത്രയും കാര്യങ്ങളാണ് ഇൻസാറ്റ് 3DS വരുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അതിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണ്, GSLV F-14 ആണ് ഇത് ഇൻസാറ്റിന്റെ. ദെൻ ലോഞ്ചിങ് ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ 2024 കേട്ടോ. അപ്പൊ ഫെബ്രുവരി 17 2024 അത് ലോഞ്ച് ചെയ്ത വർഷം എന്ന് നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ഇൻസാറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദിത്യ L1 മിഷൻ ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് മൂൺ അല്ലെങ്കിൽ സോളാർ മിഷൻ ആണ്, ഫസ്റ്റ് സോളാർ മിഷൻ ആണ് ആദിത്യ L1 മിഷൻ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോണം. ആദിത്യ L1 മിഷൻ എന്താന്ന് ചോദിച്ചാൽ അത് ലോഞ്ച് ചെയ്ത വർഷം എന്താന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 3 2023 നമ്മൾ ഈ പറയുന്ന ആദിത്യ L1 മിഷൻ ലോഞ്ച് ചെയ്തത്. സോ ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓർത്തോണം, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലോഞ്ചിങ് വെഹിക്കിൾ ആണെന്ന് ചോദിച്ചാൽ അത് PSLV ആണ് മക്കളെ, PSLV ആണ്. GSLV എന്ന് ഓർക്കല്ലേ, അത് PSLV ആണ് ഇവിടുത്തെ ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയുന്ന. ഇന്ത്യ എന്ന് പറയുന്ന 3rd സ്പേസ് ഏജൻസിയാണ് അല്ലെങ്കിൽ ISRO എന്ന് പറയുന്നത്. നാസയ്ക്കും യൂറോപ്യൻ യൂണിയൻ ശേഷമുള്ള 3rd സ്പേസ് ഏജൻസിയാണ്. ഒരു സോളാർ മിഷൻ നടത്താൻ. സോളാർ മിഷൻ തന്നെ വളരെ ഓർത്തോണം എന്താണ്, അതിന്റെ L1 പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു 3rd കൺട്രിയാണ്. L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചൻ പോയിന്റ് ആണ്. സോ ഹാലോ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ
സ്പേസ് ക്രാഫ്റ്റ് എന്തായിരിക്കും? സ്പേസ് ക്രാഫ്റ്റ് മാക്സിമം സ്റ്റേബിൾ ആയിരിക്കും. ഒരു മിനിമൽ ഫ്യൂവൽ പോലും അതെന്തായിരിക്കും? അത് മാക്സിമം സ്റ്റേബിൾ ആയിരിക്കും. അതാണ് ഹാലോ പോയിന്റ് എന്ന് പറയുന്നത്. മറന്നു പോയല്ലേ? അത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്ന് പറഞ്ഞു പോയെന്നുള്ള. ഹാലോ പോയിന്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു 3D ആയിട്ടുള്ള ഓർബിറ്റിലാണ്. അവിടെ ഈ പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഒരു ഈവൻ അവിടെ ഒരു മിനിമൽ ഫ്യൂവൽ ആണെങ്കിൽ പോലും അതെന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതേ സെയിം തന്നെ ഈ പറയുന്ന ആദിത്യ L1ന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ എന്താണ്? സോളാർ അറ്റ്മോസ്ഫിയറെ കുറിച്ച് പഠിക്കുക. ആ സോളാർ അറ്റ്മോസ്ഫിയറിൽ തന്നെ ക്രോമോസ്ഫിയറും ഫോട്ടോസ്ഫിയറും കൊറോണയെ കുറിച്ചൊക്കെ പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ആദിത്യ L1 എന്ന് പറയുന്നത്. മക്കളെ അതിന്റെ ലോഞ്ചിങ് ഇയർ ഓർക്കുക, അതേപോലെ ലോഞ്ചിങ് വെഹിക്കിൾ ഓർക്കുക. സോ സെയിം ടൈം എവിടെയാണ് അതിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്? ആ പ്ലേസ് ചെയ്യാൻ പോകുന്ന പേരാണ് എന്ത്? എൽ എന്ന് പറയുന്ന എന്താണ്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ആദിത്യ L1മായി നോക്കുക. ദെൻ നമ്മൾ ഒരു ISROയും നാസയും കൂടെ ചേർന്ന ഒരു മിഷൻ ആണെങ്കിൽ സാറ്റലൈറ്റ് ആണ് എന്ത്? നിസാർ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഈ നിസാർ സാറ്റലൈറ്റ് നമ്മൾ GSLV F-16 റോക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിസാർ സാറ്റലൈറ്റ് വരുന്നത് ജൂലൈ 30, 2025 നമ്മൾ ലോഞ്ച് ചെയ്തത്. ഈ പറയുന്ന നിസാർ സാറ്റലൈറ്റ് എവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ള? GSLV F-16 റോക്കറ്റിലാണ് നമ്മൾ വെച്ചത്. സതീഷ് സ്പേസ് സെന്ററിൽ നിന്ന് ഈ പറയുന്ന ജൂലൈ 30, 2025 എന്ത് ചെയ്തിട്ടുണ്ട്? അത് വിക്ഷേപിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു കൊമേഴ്സ്യലി ഒരു ഫുള്ളി നാസ ഓൺഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓർത്തോണം. ISRO ആദ്യമായിട്ടാണ് നാസ ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. സോ GSLV ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള. മറക്കല്ലേ മക്കളെ, GSLV ആണ് ഈ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. GSLV ആണ്. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. അതൊരു 3 years മിഷൻ ആണ് ഫോർ എർത്ത് ഒബ്സർവേഷന് വേണ്ടിയാണ്. എർത്ത് ഒബ്സർവേഷന് വേണ്ടിയുള്ള 3 years മിഷൻ ആണ് ഈ പറയുന്ന നിസാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് to operate on dual frequency. L and H band ആണ് dual frequency എന്ന് പറയുന്നത്. സോ ഈ ഒരു dual ഫ്രീക്വൻസിയിൽ ആദ്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന, ലോകത്ത് തന്നെ ആദ്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിഷൻ ആണ് നമ്മുടെ നിസാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. ദെൻ നമ്മുടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷൻ തന്നെയാണ് നമ്മളെ മംഗളയാൻ മിഷൻ എന്ന് പറയുന്നത്. 2013 മാർസ് ഓർബിറ്റൽ മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മംഗളയാൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്റർ പ്ലാനറ്ററി മിഷൻ ആണ്. ഇന്റർ പ്ലാനറ്ററി മിഷൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ പ്ലാനറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ ആ ഒരു പ്ലാനറ്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ 2 പ്ലാനറ്ററിക്ക് ഇടയ്ക്ക് നടക്കുന്ന മിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇന്റർ പ്ലാനറ്ററി മിഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിൽ 2 പ്ലാനറ്റിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു മിഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർ പ്ലാനറ്ററി മിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്? നമ്മൾ എർത്തിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? അത് പോകുന്നത് മാർസിലേക്കാണ്. സോ ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്കാണ്. സോ അതുകൊണ്ടാണ് ഇതിന് എന്ത് വിളിക്കുന്നത്? ഇന്റർ പ്ലാനറ്ററി മിഷൻ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. 2013 നമ്മൾ ഈ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷൻ തന്നെയാണ് മംഗളയാൻ മിഷൻ എന്ന് പറയുന്നത്. മാർസ് എന്ന് പറയും. മാർസിനെ കുറിച്ച് ഒന്ന് ഓർക്കുക. 4th പ്ലാനറ്റ് ആണ്. സണ്ണിൽ നിന്നുള്ള 4th പ്ലാനറ്റ് ആണ്. രണ്ടാമത്തെ സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ്. സോളാർ സിസ്റ്റത്തിൽ രണ്ടാമത്തെ സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ് മാർസ് എന്ന് പറയുന്നത്. സണ്ണിൽ നോക്കുമ്പോൾ 4ാമത്തെ പ്ലാനറ്റ് ആണ് നമ്മുടെ മാർസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോളാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മളെ മംഗളയാൻ മിഷൻ എന്ന് പറയുന്ന MOM ആണ്. എന്ന് വെച്ചാൽ മാർസ് ഓർബിറ്റൽ മിഷൻ ആണ് നമ്മൾ ഈ പറയുന്ന മംഗളയാൻ എന്ന് പറയും. ഇവിടെയും നമ്മൾ 4ാമത്തെ രാജ്യമാണ്. ഇങ്ങോട്ട് നമ്മൾ ഈ പറയുന്ന മാർസിലേക്കുള്ള മാർസിൽ റീച്ച് ആയിട്ടുള്ള 4ാമത്തെ കൺട്രിയാണ് ആഫ്റ്റർ US. അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, USSR, ദെൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് ശേഷം 4ാമത്തെ സ്പേസ് ഏജൻസിയാണ്, കൺട്രിയാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മംഗളയാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. സോ ഇവിടെ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മിഷനെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ISROയുടെ മാത്രമല്ല, യൂക്ലൈഡ് മിഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയാണ്. സോ അത് ഈ റീസെന്റ് ടൈമിൽ വന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷൻ തന്നെയാണ്. ഇവിടെ 3D മാപ്പിംഗ് ആണ്. യൂണിവേഴ്സിന്റെ 3D മാപ്പിംഗ് ആണ് ഇവിടെ അതിന്റെ ഒരു സ്പെഷ്യൽ റിമാർക്ക് എന്ന് പറയുന്നത്. ഈ കോസ്മിക് മിസ്റ്ററീസ് ഒന്ന് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു സ്പേസ് മിഷൻ ആണ് യൂക്ലൈഡ് മിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആദിത്യ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സണ്ണിന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ആദിത്യ L1 വരുന്നത്. ദെൻ അതേപോലെ നാസയുടെ മിഷൻ ആണ്
ഈ പറയുന്ന ആർട്ടിമിസ് മിഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന റോക്കി മൂണിൽ സൺ റേഡിയേഷൻ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഈ പറയുന്ന ആർട്ടിമിസ് മിഷൻ എന്ന് പറയുന്നത്. ഒന്ന് നോക്കി പോവാ. ഇറ്റ് വിൽ ലാൻഡ് ദ ഫസ്റ്റ് വുമൻ ആൻഡ് നെക്സ്റ്റ് മാൻ ഓൺ ദ മൂൺ ബൈ 2024. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്ക് വെക്കുക. ദെൻ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, അത് നാസയും അതേപോലെ യൂറോപ്യൻ യൂണിയൻ ഏജൻസിയും കൂടെ ചേർന്ന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷനാണ്. ഈ പറയുന്ന യൂണിവേഴ്സും അതിന്റെ ഒറിജിനെ കുറിച്ചാണ് ഈ ഒരു മിഷനിലൂടെ പറയുന്നത്. സോ ദെൻ അതുപോലെ തന്നെ നമ്മൾ നിസാർ മിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? നാസയും ISROയും കൂടെ ചേർന്നാണ് GSLV F-16 റോക്കറ്റിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് ഓർക്കുക. എന്താണ്? പ്ലാനറ്റ് സർഫസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. സോ ഈ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നിസാർ മിഷനിൽ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ ആസ്ട്രോസാറ്റ് നോക്കുക. എന്താണ്? എക്സ്റേ, സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേ, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ UV സ്പെക്ട്ര ബാൻഡിനെ കുറിച്ചാണ് ഈ പറയുന്ന ആസ്ട്രോസാറ്റ് എന്ത് ചെയ്യുന്നത്. അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ അസ്ട്രോണമി മിഷൻ ആണ്. സെലസ്റ്റിയൽ സോഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ഒരു ഡെഡിക്കേറ്റഡ് മിഷനാണ് ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഒക്കെ വരുവാണ്. സോ കറണ്ട് അഫേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിന് കൊടുത്തിട്ടുള്ള അതൊരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം. സോ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് എന്ത് കൊടുക്കുക? കറണ്ട് അഫേഴ്സിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നമ്മുടെ വിന്റർ ഓഫർ വന്നിട്ടുണ്ട്. 20% ഓഫർ ആണ് എല്ലാ കോഴ്സുകൾക്കും. സോ നിങ്ങൾ ഉടൻ തന്നെ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. 20% ഓഫ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ യാത്രി ബാച്ച് എല്ലാത്തിനും എന്തുണ്ട്? 20% ഓഫ് ഉണ്ട്. സോ ഉടൻ തന്നെ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഇതേ രീതി തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പോകുന്ന കുറച്ച് ഡെപ്ത് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 82812266 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും നമ്മളെ കോഴ്സുകളെ കുറിച്ച്. അതേസമയം തന്നെ ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. സോ അതിൽ ഫിൽ ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും.